ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നാദ സിസിയുടെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയല്ലോ. അതും സൗജന്യമായിട്ട് ഗവൺമെന്റിന്റെ ചെലവിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രിപ്പ് പോകാന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ e7.com ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വരുന്ന വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ചെലവില്ല, ഫ്രീ ആയിട്ട് താഴത്തെ ഓപ്ഷൻ കേട്ടോ. 13-ാം തീയതി ഇന്ന് ചെയ്താണ്. അപ്പോൾ നമ്മൾ സർക്കാർ ചെലവ് ഫ്രീ ആയിട്ട് എങ്ങനെ കാശ്മീർ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ യുവാക്കൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സൗജന്യമായി സന്ദർശിക്കാൻ അവസരമുണ്ട്. അത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു മെച്ച പദ്ധതിയാണ്. അതിന്റെ പേരാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവസംഘം ഈ സംഘടിപ്പിക്കുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഇതാണ് ekbharat.gov.in. പങ്കെടുക്കാൻ അർഹരായവർ ആരൊക്കെയാണ്? 18-30 വയസ്സുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാം. കോളേജ്, സർവകലാശാല വിദ്യാർത്ഥികൾ, NSS, NCC, NYKS അംഗങ്ങൾ, യുവ പ്രൊഫഷണലുകൾ, സ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന യുവാക്കൾ. അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണ 5 to 7 days ആണ്. സ്റ്റഡി ടൂർ, എക്സ്ചേഞ്ച് പ്രോഗ്രാം, ട്രാവൽ സമയത്ത് ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, യാത്രയിൽ എന്തെല്ലാം ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളുണ്ടല്ലോ, അതായത് രജിസ്റ്റർ ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ സർവകലാശാല, IIT, IIM തുടങ്ങിയ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ, സ്റ്റാർട്ടപ്പ്, ഗവേഷണ കേന്ദ്രങ്ങൾ കാണൽ, സംസ്കാരം, ഭക്ഷണം, ഭാഷ എന്നിവ പരിചയപ്പെടാനുള്ള അവസരം കിട്ടും. മറ്റ് സംസ്ഥാനങ്ങളിലെ യുവാക്കളുമായിട്ട് ഇടപെടാനുള്ള അവസരം കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സംസാരിക്കാൻ കേരളത്തിലാണ്. കേരളത്തിലെ ആളുകൾക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. പല കാര്യങ്ങളും നമുക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അവിടുത്തെ സംസ്കാരങ്ങൾ ചർച്ച ചെയ്യാം, ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ യാത്ര ചെലവ് അല്ലെങ്കിൽ സൗകര്യങ്ങളാണ്. യാത്ര ചെലവ് കിട്ടും, താമസം കിട്ടും, ഭക്ഷണം കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരിൽ പോയിട്ട് അവിടെ പോയി കറങ്ങി നടക്കുന്ന ഒന്നും കാണാത്ത രീതി തിരിച്ചു വരുന്നതിനേക്കാളും നല്ലത് അതായിട്ട് ബന്ധപ്പെട്ടല്ലേ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആളുകൾ കൂടെ പോയി കഴിഞ്ഞാൽ പോകുന്ന പൈസ അല്ലെങ്കിൽ പോകുന്ന സമയം നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 18 മാർച്ച് 2026 ആണ്. രാത്രി 11:59 വരെ. ലാസ്റ്റ് ഡേറ്റിനും ലാസ്റ്റ് സമയത്തിനും വേണ്ടി കാത്തിരിക്കേണ്ട. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ളവർ എന്ത് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ, അതായത് 9778-362-400 ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അയച്ചു തരും. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് അത്, എങ്ങനെയൊക്കെയാണ്. യുവസംഘം എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് കേട്ടോ. യുവാക്കളെ തമ്മിൽ പരിചയപ്പെടുത്താൻ അതിന്റെ പ്രധാന കാര്യം. തെരഞ്ഞെടുത്ത യുവാക്കൾ മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ സംസ്കാരം, ഭാഷ, ഭാഷണം, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, വികസന പദ്ധതികൾ നേരിട്ട് പഠിക്കാൻ പ്രോഗ്രാമിൽ ലക്ഷ്യം. യാത്ര എങ്ങനെ നടക്കും? 45 മുതൽ 50 യുവാക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണിത്. ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് യാത്ര. 5 മുതൽ 7 ദിവസം വരെ പ്രോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ സമയത്ത് ഉൾപ്പെട്ടില്ല. പ്രോഗ്രാമിന്റെ പ്രധാന വിഷയങ്ങൾ 5P കൺസെപ്റ്റ് ആണ് കേട്ടോ. അത് യുവസംഘ യാത്രയിൽ 5 പ്രധാന അനുഭവങ്ങൾ ആണെന്ത്. പര്യാദൻ, ടൂറിസം സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളത്. പരമ്പര, ട്രഡീഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പാരമ്പര്യ കലകളും സംസ്കാരവും ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിട്ടും. അതായത് ആ ഒരു കാശ്മീരായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുള്ളതും പ്ലസ് പല ഭാഗങ്ങൾ, പല ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഡൽഹി അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യന്റെ പല സംസ്ഥാനങ്ങളും സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിദേശത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല അനുഭവമാണ് കിട്ടിയത്. പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് പല കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും. അവരായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കൂടാതെ എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങളുണ്ട്. പ്രകൃതി എന്നാണ് ഡെവലപ്മെന്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. കൂടാതെ പ്രൗദ്യോഗിക ടെക്നോളജി, സ്റ്റാർട്ടപ്പ്, ഇൻഡസ്ട്രി, അങ്ങനത്തെ കാര്യങ്ങൾ, പരസ്പര സമ്പർക്കം, ആളുകളായിട്ട് ഇടപഴകാനുള്ള കാര്യങ്ങൾ, യാത്രയുടെ പ്രവർത്തനങ്ങൾ. തിരഞ്ഞെടുക്കുന്ന സാധാരണ IIT, IIM സർവകലാശാല സന്ദർശിക്കാൻ സ്റ്റാർട്ടപ്പുകൾ, MSME സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. കലാപരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ കാണും. ഓരോ സംസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ നേരിട്ട് കാണാനും വിദ്യാർത്ഥികളും പ്രൊഫഷണൽ തമ്മിൽ ആശയം നടത്താനുള്ള വലിയൊരു അവസരമാണ്. പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. UG, PG വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NSS, NIKS, NCC അംഗങ്ങൾ, ജോലി ചെയ്യുന്ന യുവാക്കൾ, സെൽഫ് എംപ്ലോയിഡ് യുവാക്കൾ, ഇങ്ങനത്തെ ആളുകളായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലഭിക്കുന്ന പദങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതൊന്നും പറയാൻ പ്ലസ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാത്ര, താമസം, ഭക്ഷണം കൂടാതെ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടാനുള്ള ഒരു അവസരമാണ്. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. ഇതുവരെ എത്ര പേർ പങ്കെടുത്തിട്ടുണ്ട്? ശരാശരി കണക്കാണ് 4700 പ്ലസ് യുവാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് ഡീറ്റെയിൽ ഉണ്ട്. 100 അധികം യാത്രകൾ നിലവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ഈ നേരത്തെ പറഞ്ഞ സംഗതി നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനും നമസ്കാരം. അപ്പോൾ നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. ekbharat.gov.in ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഇന്റർഫേസ് വരുന്നുണ്ടാവും ആ ഒരു സൈറ്റിന്റെ. ജസ്റ്റ് അവിടെ പോയിട്ട് ചെയ്യാം. അല്ലാതെ ഷോർട്ട് കട്ട് ലിങ്ക് ഉണ്ടെങ്കിൽ അതിലൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സൈറ്റിൽ വരുന്നു, നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സൈറ്റ് ചെറുതായിട്ട് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് റീഡയറക്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടാവും. ഏറ്റവും താഴെ ഓപ്ഷനിൽ ഇതാണ് UG സ്റ്റുഡന്റ്. അതായത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് ലാസ്റ്റ് ഡേറ്റ് 18th ആണ്. അപ്പോൾ ശ്രദ്ധിക്കെല്ലാവരും ചെയ്യുന്നവർക്ക് എത്ര പെട്ടെന്ന് ചെയ്യാം. UG സ്റ്റുഡന്റ് ആണ്, UG ക്ലിക്ക് ചെയ്യുക. PG ആണ്, അത് PhD ആണെങ്കിൽ അത് ഓഫ് ക്യാമ്പസ് യൂത്ത്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? PhD ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിൻഡോ വരും. സ്റ്റുഡന്റ് നെയിം, ജെൻഡർ, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമെയിൽ ID, ഫോൺ എല്ലാം മാൻഡേറ്ററി ആയിട്ട്. ആൾറെഡി കോൺടാക്ട് നമ്പർ മാൻഡേറ്ററി അല്ല. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, റീജിയൻ ഏതാണ്, കാരണം ഇപ്പുറത്ത് കൊടുത്തതിന് ശേഷം ഓരോന്നോരോ ഫിൽ ചെയ്ത് അർബൻ ആണോ റൂറൽ ആണോ ഉള്ളത്, യൂണിവേഴ്സിറ്റി, കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എന്താണുള്ളത്, കറന്റ് അക്കാഡമിക് സ്ട്രീം ഏതാണുള്ളത്, പിന്നെ NCC അല്ലെങ്കിൽ NSS, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ എന്നുള്ള ഏതാണ് കൊടുക്കേണ്ടത്, ഇൻകം ബേസ്ഡ്, അതായത് ബിലോ 1 lakh ആണെങ്കിൽ അത് കൊടുക്കുക. അതായത് 20,000, 40,000, 50,000, 1 ലക്ഷത്തിലാണ് നമ്മൾ വരുമാനം, അതുവരെയുള്ളത് 1 ലക്ഷം വരെയുള്ളത് കൊടുക്കുക. അതിനുശേഷം EWS ഉണ്ട്, BPL കാർഡ് ഉണ്ട്, LIG, അതായത് ഏതാണ് കാറ്റഗറി നമുക്ക് വരുന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റുഡന്റ് ID അല്ലെങ്കിൽ ഗവൺമെന്റ് ID നമ്പർ, സ്റ്റുഡന്റ് ID അല്ലെങ്കിൽ ഗവൺമെന്റ് ID PDF ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യം വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക.
ഇത്രയും കാര്യങ്ങൾ. പിന്നെ മാപ്പ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ അത് മേലെ ക്ലിക്ക് ചെയ്താലാണ് അത് വരുന്നുണ്ടാവുള്ളൂ. മേലെ ഫില്ല് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെങ്കിൽ, അതായത് വീൽ ചെയറോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, കെയർ ടേക്കർ ഒക്കെ വേണമെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഏത് ഇതിലാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. ഓക്കെ, അതിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വിഷയത്തിലാണ് റിസർച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടേണ്ടത്, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രാവൽ ഔട്ട്സൈഡ് ഡൊമിസൈൽ സ്റ്റേറ്റ്, ഏതെങ്കിലും നാട്ടിലേക്ക് വേറെ പോയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഓക്കെ, ക്യാപ്ചർ നമ്പർ അടിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ലോഗിൻ കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നാഥ CSE. ഓക്കെ, ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതായത് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ് ചെയ്ത് ഇതുപോലെ വീഡിയോകളെ പ്രശംസിക്കുക, ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്തു തരിക. എന്തൊക്കെയാണ് പുതിയ വിഷയങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടേണ്ടത് സംശയങ്ങൾ തീർച്ചയായും വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്. ഓക്കെ, താങ്ക് യു, ബൈ.